പ്രധാനപ്പെട്ടതാണ് ഈ പ്രോട്ടേം സ്പീക്കറെ സഹായിക്കുന്നതിനുള്ള പാനലിൽ നിന്ന് ഇന്ത്യ സഖ്യം പിന്മാറിയിട്ടുണ്ട് എന്നുള്ളത്. അത് കൊടിക്കുന്നിൽ സുരേഷിന്റെ ഒരു പ്രതികരണം ലഭ്യമാകുന്നുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം. Of the Lok Sabha. So far the convention was who are the MP more times elected, he will be the protest speaker. But they violated because Petri Mahtab is only 7th time elected. 8th time I was elected. But they are broken the convention and they are insulting opposition again. So that's why India Alliance unanimously decided to boycott the panel members. Congress MPs, we send the notice to the Congress MPs to 10 o'clock come to CPP office. So our leaders all will be there. Then we'll decide what is the program today. As of now, I don't know whether this constitution Gandhi said. എന്തായാലും കൃത്യമായ എതിർപ്പും വിയോജിപ്പുമാണ്. രാകേഷ്, ഈ കൊടിക്കുന്നിൽ സുരേഷിന്റെ പേരിൽ ആണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം പിന്മാറി നിൽക്കുന്നത്. കഴിഞ്ഞ തവണ കൊടിക്കുന്നിൽ സുരേഷ് ഹിന്ദിയിലായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. അതിന് സോണിയാഗാന്ധി കണ്ണുരുട്ടുകയും ചെയ്തതൊക്കെ വാർത്തകളിൽ നിറഞ്ഞതുമാണ്. ഏതൊക്കെ ഭാഷകളിലായിരിക്കാം സത്യപ്രതിജ്ഞ എന്നതൊക്കെ ആ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ സമയത്താണ് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതാ തുടക്കം മുതൽ ഇന്ത്യ സഖ്യം, അതായത് പ്രതിപക്ഷ നിര, വിഷയങ്ങളിൽ ഒരു ഐക്യം പുലർത്തുന്നു എന്ന് വേണ്ടേ നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെ തന്നെയാണ് അഭിലാഷ്. അതിപ്പോൾ പ്രൊട്ടസ്റ്റ് സ്പീക്കറുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി ഇന്ത്യ സഖ്യം ആദ്യം മുതൽ തന്നെ രംഗത്തുണ്ട്. കാരണം നിലവിലെ സഭയിൽ 2 അംഗങ്ങളാണ് 8 തവണ ലോക്സഭയിൽ എത്തിയിട്ടുള്ളത്. ഒന്ന് കൊടിക്കുന്നിൽ സുരേഷും 2 BJP അംഗം മധ്യപ്രദേശിൽ നിന്നുള്ള അംഗം വീരേന്ദ്രകുമാറുമാണ്. ഇതിൽ വീരേന്ദ്രകുമാർ നിലവിൽ മന്ത്രിസഭയിൽ അംഗമാണ്. സ്വാഭാവികമായും മുതിർന്ന അംഗം എന്ന നിലയ്ക്ക് കൊടിക്കുന്നിൽ സുരേഷാണ് പ്രോട്ടേം സ്പീക്കർ ആകേണ്ടിയിരുന്നത്. പകരം പ്രോട്ടേം സ്പീക്കറാക്കിയത് ഒഡീഷയിൽ നിന്നുള്ള അംഗം ഭർതൃഹരി മെഹ്താബിനെയാണ്. മെഹ്താബ് 7 തവണയാണ് MP ആയിട്ടുള്ളത്. ഇനി ആദ്യം സഭയിലെത്തിയ കണക്കെടുക്കുകയാണെങ്കിൽ പോലും കൊടിക്കുന്നിൽ സുരേഷ് തന്നെയാണ് സീനിയർ. 89-ൽ കൊടിക്കുന്നിൽ സുരേഷ് ലോക്സഭയിൽ എത്തുമ്പോൾ 98-ൽ മാത്രമാണ് ഭർതൃഹരി മെഹ്താബ് ലോക്സഭാംഗമാകുന്നത്. പക്ഷേ സർക്കാർ ഇതിന് നൽകുന്ന വിശദീകരണം കൊടിക്കുന്നിൽ സുരേഷ് തുടർച്ചയായി സഭയിൽ എത്തിയിട്ടില്ല. 2 തവണ പരാജയപ്പെട്ടിട്ടുണ്ട്. 98-ലും 2004-ലും പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഭർതൃഹരി മെഹ്താബിന്റെ കാര്യം വരികയാണെങ്കിൽ തുടർച്ചയായി 7 തവണ വിജയിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പരിഗണിച്ചതെന്ന വാദമാണ് സർക്കാർ നിരത്തുന്നത്. പക്ഷേ ഇത് അംഗീകരിക്കാൻ ഏതായാലും പ്രതിപക്ഷം തയ്യാറായിട്ടില്ല. കാരണം പ്രോട്ടേം സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിൽ 5 പേരെ ഉൾപ്പെടുത്തി. അതിൽ 3 പേർ ഇന്ത്യ സഖ്യത്തിലെ അംഗങ്ങളാണ്. 1 കൊടിക്കുന്നിൽ സുരേഷ്, 2 DMK അംഗം TR ബാലു, 3 TMC അംഗം സുദീപ് ബന്ദോപാധ്യായ. ഏതായാലും ഈ 3 പേരും ഈ പാനലിന്റെ ഭാഗമാകില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് തീരുമാനമെന്ന് ഇന്ത്യ സഖ്യം ഇതിനോടകം തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ 3 പേരും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അപ്പോൾ ആദ്യ ദിനത്തിൽ തന്നെ ഒരു പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഒപ്പം 10:45 ഇന്ത്യ സഖ്യത്തിലെ എല്ലാ MP-മാരോടും ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ എത്താനുള്ള നിർദ്ദേശവും ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു മാർച്ചായിരിക്കും ലോക്സഭയിലേക്ക് പോവുക. ഭരണഘടനയുടെ ഒരു ചെറിയ പതിപ്പ് കയ്യിലേന്തിക്കൊണ്ടായിരിക്കും ലോക്സഭയിൽ എത്തുക. അങ്ങനെ ഭരണഘടന ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെ ആദ്യ ദിനം ഒരു നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും വരും ദിവസങ്ങളിലും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് അതായത് സൂചിപ്പിച്ചതുപോലെ വരും ദിവസങ്ങളിലടക്കം വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് സഭയിൽ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക്